തന്നെ നൊബേൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള തീരുമാനം ട്രംപ് എടുത്തതെന്നും റിപ്പോർട്ട്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. മോദിയുടെ കൂട്ടുകാരനായ തന്നെ നൊബേലിന് ശുപാർശ ചെയ്യില്ലെന്ന് പറഞ്ഞതാണ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ബന്ധം വഷളാകുവാൻ കാരണമായതെന്നും ന്യൂയോർക്ക് ടൈംസ് ആരോപിക്കുന്നു. ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ നോമിനേറ്റ് ചെയ്യാത്തതിൽ ഇന്ത്യയെ പിഴച്ചുങ്കം ചുമത്തി ദ്രോഹിക്കുന്ന അമേരിക്കയോട് ട്രംപിനോട് പറയാനുള്ളത് പണ്ട് അങ്ങാടി സിനിമയിൽ ജയൻ പറഞ്ഞിട്ടുണ്ട്. ജയൻ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. അതെ, ലോക മുതലാളി ചമയുന്ന, ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു പണി കൊടുക്കുവാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്, മോദി ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മോദി ജപ്പാനിൽ പോയി വളരെയധികം സഹകരണ കരാറുകൾ ഒപ്പുവെച്ചത്. ചൈനയിലും ഇത് തന്നെയാണ് മോദിയുടെ തന്ത്രം. റിക് എന്ന രാജ്യങ്ങൾ, അതായത് റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിന്നാൽ അമേരിക്ക ഒന്നുമല്ലാതാകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാകും. അമേരിക്ക മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളും ഒന്നുമല്ലാതാകും ഈ രാജ്യങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് അമേരിക്ക സൂക്ഷിച്ച് കളിക്കുക ഇന്ത്യയുടെ അടുത്ത് എന്നതാണ് ഇപ്പോൾ ധനകാര്യ വിദഗ്ധരിൽ പലരും അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ്.